അടുത്ത നമുക്ക് നോക്കാം അല്ലത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു. അടുത്ത ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താണ് അതിൻ്റെ ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുന്ന സമയത്ത് ടെൻസിൻ്റെ സ്ട്രക്ചർ ആക്റ്റീവ് വോയിസിൽ എന്ത് വരും? സബ്ജക്റ്റ് വരും അല്ലേ? നേരത്തെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താകുന്നത്? സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് വന്നപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ അവിടെ ഹാഡ് യൂസ് ചെയ്യും. ഏത് വരും? ഹാഡ് യൂസ് ചെയ്യും. ദെൻ വെർബിൻ്റെ V3 ഫോം ഒബ്ജക്റ്റ്. എന്താ മാറ്റം വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും എന്താ ഒരു വ്യത്യാസം വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് ഓർ ഹാവ് വരുന്ന സമയത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോ ഹാഡ് വരും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം ഹാസ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പം ഹാവ് യൂസ് ചെയ്യും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോ സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഏത് തന്നെയാണെങ്കിലും ഏതാ യൂസ് ചെയ്യുക? ഹാഡ് തന്നെയാണ്. അവിടെ നമുക്ക് സിംഗുലറും പ്ലൂറലും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഓക്കെ. ഇത് നോക്കാം. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ, പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു അല്ലേ? ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവന്നു. തന്നിരിക്കുന്ന ഹെൽപ്പ് യുവർ ഏതാണ്? ഹാഡ്. അതങ്ങനെ തന്നെ എടുത്തെഴുതി അല്ലേ? വെർബ് V3 ആണ് അല്ലേ? വെർബ് V3 ആയതുകൊണ്ട് എന്താണ്? ബിയുടെ ഏത് ഫോം യൂസ് ചെയ്യും? ബീൻ യൂസ് ചെയ്യും. V3 ഫോം ബീൻ യൂസ് ചെയ്തു. വെർബ് V3 ആയതുകൊണ്ട് എന്തായാലും മാറും? പാസീവ് വോയിസിലേക്ക് വരുന്നത് എന്തായിരിക്കും? ആ സെയിം വെർബിന് എടുത്തെഴുതിയാൽ മതി. V3 വന്നു. ബൈ പ്ലസ് ഏതാണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ ഏജന്റ് ഓഫ് ഡൂവർ അല്ലേ? ബൈക്ക് ശേഷം എന്താണ്? ഇതും കൊണ്ട് കൊണ്ടുപോകാം. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യും. ഇവിടെ നോക്കൂ, ചോദ്യം നോക്കും. ആക്റ്റീവ് വോയിസ് ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് അല്ലേ? ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക്. പാസീവ് വോയിസിൽ വരുന്ന സമയത്തോ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? വർക്കാണ് അല്ലേ? സോ ഒബ്ജക്റ്റ് ഏതാണ് ഇവിടെ? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വർക്കാണ്. സോ വർക്ക് കൊണ്ടുവന്നു അല്ലേ? സോ ഈ വർക്കിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് നോക്കും. തന്നിരിക്കുന്നത് ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹാഡ് മാത്രമേ ഹെൽപ്പിംഗ് വെർബ് ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഹാഡിനെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. എന്ത് നോക്കണ്ട, ഇവിടെ പ്ലൂറലായിട്ടും ഹാഡ് യൂസ് ചെയ്യും. ദ വർക്ക് സിംഗുലർ ആണ് എന്നിട്ടും ഹാഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സിംഗുലറോ പ്ലൂറലോ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബിനെ കൊണ്ടുപോകാം. കാരണം എന്താണ്? അവിടെ സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഏതാ യൂസ് ചെയ്യുക? ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വെർബ് V3 അല്ലേ? വെർബ് V3 ആണ്. ബിയുടെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? V3 ഫോമാണ്. സോ എന്താണ്? നമ്മൾ ബീൻ യൂസ് ചെയ്തു അല്ലേ? ഓൾറെഡി വെർബ് V3 തന്നെയാണ് അല്ലേ? വെർബ് V3 ആയതുകൊണ്ട് ബിയുടെ V3 ഫോം ആയിട്ടുള്ള ബീൻ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? ഓൾറെഡി വെർബ് ഇവിടെ V3 ആണ്. ആ വെർബിനെ തന്നെ നമ്മൾ കൊണ്ടുപോയാൽ മതി. കംപ്ലീറ്റഡ് അല്ലേ? ബൈ എന്തായാലും മാറും? ഡേ എന്തായിട്ട് മാറും? ഡേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെ? നമ്മൾ പഠിച്ചതാണ്. ഡേ എന്തായിട്ട് മാറും? ദം ആയിട്ട് മാറും. ക്ലിയർ ആണോ? സോ ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്തായിട്ട് മാറും? ദ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്കാണ്. ചോദ്യം നോക്കൂ. സെയിം അല്ലേ? നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ വർക്ക് അല്ലേ? ദ വർക്ക് കൊണ്ടുവന്നു. ഹാഡ് ഹെൽപ്പ് യുവർ ഏതാണ്? ഹാഡ്. അതങ്ങനെ തന്നെ കൊണ്ടുവന്നു. ദേ പ്ലൂറൽ ആയിട്ടും ഹാഡ് യൂസ് ചെയ്തു. ദ വർക്ക് സിംഗുലർ ആയിട്ടും ഹാഡ് യൂസ് ചെയ്യും. കാരണം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഹാഡ് മാത്രമാണ് ഹെൽപ്പിംഗ് വെർബ്. അവിടെ സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഹാഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? വെർബ് V3 ആണ്. V3 ആയതുകൊണ്ട് ബിയുടെ V3 ഫോം ഏതാണ്? ബീനാണ്. ബീന് കൊണ്ടുവന്നു അല്ലേ? നെക്സ്റ്റ് നോക്കൂ. വെർബ് V3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് ആ ഒരു വെർബ് മാത്രം തന്നെ അല്ലെ? ആ ഒരു വെർബ് തന്നെ കൊണ്ടുവന്നാൽ മതി. സോ അത് നമ്മൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് നോക്കൂ. ബൈ പ്ലസ് എന്താണ്? ബൈ പ്ലസ് ഏജന്റ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഡൂവർ. സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആരാണ്? ദേ ആണ്. ദേ എന്തായിട്ട് മാറും? ദം ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. ക്ലിയർ ആണോ? സോ ദേ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്തായിട്ട് മാറും? ദ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദം എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതിനെ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്തോ ഹാഡിന് ശേഷം ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ എന്ത് ചെയ്യും? ഇവിടെ ഹാഡിന് ശേഷം ഒരു നോട്ട്. ആ ഒരു വ്യത്യാസം മാത്രം അല്ലേ? സോ രണ്ടും എന്താണ്? ഹെൽപ്പ് വെർബിന് ശേഷം ഒരു നോട്ട് എഴുതിയാൽ മാത്രം മതി. നോക്കാം നമുക്ക്. ദേ ഹാഡ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ആണ് എന്ത്? ആക്റ്റീവ് വോയിസിലെ നമുക്ക് ചോദ്യം അല്ലേ? സോ ആദ്യം എന്താണ്? സബ്ജക്റ്റ് ആണ് വന്നത്. ഇതാണെന്ത്? ചോദ്യം. അപ്പോൾ അതിന് ആക്റ്റീവ് വോയിസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പാസീവ് വോയിസ് എന്താണ്? പാസീവ് വോയിസ് എന്താണ്? തന്നിരിക്കുന്നത് ദ വർക്ക് അല്ലേ? ദ വർക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദ വർക്ക് തന്നിരിക്കുന്ന സെൻസിൽ ഹെൽപ്പ് വെർബ് ഏതാണ്? ഹാഡ് ആണ്. ആ ഹെൽപ്പ് വെർബ് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. കാരണം സിംഗുലറും പ്ലൂറലും ഹാഡ് തന്നെയാണ്. ഹാഡിന് ശേഷം ഹെൽപ്പ് വെർബിന് ശേഷം ഒരു നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഹെൽപ്പ് വെർബിന് ശേഷം അല്ലെങ്കിൽ ഓക്സിലറി വെർബിന് ശേഷം എന്ന് പറയാം ഒരു നോട്ട് വന്നിട്ടുണ്ട്. ആ നോട്ട് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതി അല്ലേ?
പിന്നെ വെർബ് V3 ആണ്. അപ്പോൾ അതാ ബിയുടെ V3 ഫോമാറ്റിൽ ഏത് യൂസ് ചെയ്യണം? ബീന് യൂസ് ചെയ്യാം അല്ലേ? സോ വെർബ് V3 ആണ്. ആ വെർബിനെ തന്നെ കൂടെ കൊണ്ടുവരിക. നെക്സ്റ്റ് ഏതാണ്? ബൈ പ്ലസ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസോ ഏജന്റോ ഡൂറോ ഏതാണ്? ദേ ആണ്. ആ ദേന് എന്ത് ചെയ്യാം? ഡം ആയിട്ട് മാറും. ദേ എന്തായിട്ട് മാറും? ദേ ഡം ആയിട്ട് മാറും. സോ ദ റൈറ്റ് ആൻസർ എന്താണ്? They had not completed the work. The work had not been completed by them ആയിട്ട് മാറും. ക്ലിയർ ആണോ? സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? The work had not been completed by them. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പോലെ തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താ വ്യത്യാസം? ഹാസ് ഓർ ഹാവിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് യൂസ് ചെയ്യുന്നു മാത്രം. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ടെൻസ് നോക്കാം. അവസാനത്തെ ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ, അതായത് ആക്റ്റീവ് വോയിസിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കാണാൻ സാധിക്കുക? സബ്ജക്റ്റ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഉണ്ടാവും, ശേഷം എന്താണ്? വില്ല് അല്ലെങ്കിൽ ഷാൾ, ദെൻ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ദെൻ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒബ്ജക്റ്റിനെ എടുത്ത് ചെയ്ത് അല്ലേ? നെക്സ്റ്റ് എന്താണ്? വില്ല് അല്ലെങ്കിൽ ഷാൾ. വില്ല് എവിടെ യൂസ് ചെയ്യുക? എല്ലാ സബ്ജക്റ്റിനെയും കൂടി നമുക്ക് വില്ല് യൂസ് ചെയ്യാം. തന്നെ ഷാൾ ആണെങ്കിലും ഐ ആണെങ്കിലും വി ആണെങ്കിലും മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? ഷാൾ യൂസ് ചെയ്യും കേട്ടോ. ദെൻ ഐയും വിയും നമുക്ക് എന്ത് ചെയ്യാം? വില്ലിൻ്റെ കൂടെയും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഐയും വിയും വില്ലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കും. ഷാളിൻ്റെ കൂടെ ഐയും വിയും മാത്രമാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഏതാണ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ഹെൽപ്പ് വെർബ് ഏതാണ്? വില്ലോ ഷാളിന് ശേഷം ഏത് വരും? ഹാവ് കൂടി വരും. അപ്പോൾ ഇത്രയും പാട്ട് എന്ത് ചെയ്യുക? ഹാവും കൂടി എന്ത് ചെയ്യുക? ഹാവിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്ത്. ഇത്രയും പാട്ട് എന്താണ്? വില്ലോ ഷാൾ പ്ലസ് എന്താണ്? ഹാവ്. ഓക്കെ, ശേഷം എന്താണ്? വെർബിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബി ഫോം ചേർക്കുക അല്ലെ? മെയിൻ വെർബിനെ തൊട്ട് മുമ്പ്, ഹെൽപ്പ് വെർബിന് ശേഷം മെയിൻ വെർബിന്റെ തൊട്ട് മുമ്പാണ് ബി ഫോം ചേർക്കുക. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന് ശേഷം എന്താണ്? വില്ലോ ഷാളിന് ശേഷം ഒരു ഹാവ് കൂടെ എന്തുണ്ട്? ഹെൽപ്പിംഗ് വെർബായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ശേഷമാണ് എന്ത്? മെയിൻ വെർബ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇടക്കാണ് നമ്മൾ എന്ത് ചേർക്കുക? ബി ഫോം ചേർക്കുക കേട്ടോ. അപ്പോൾ V3യുടെ തൊട്ട് മുമ്പ്, മെയിൻ വെർബിന്റെ തൊട്ട് മുമ്പാണ് ബി ഫോം ചേർക്കുക. സോ ഹാവ് അങ്ങനെ തന്നെ എടുത്ത് ചെയ്തുക. നെക്സ്റ്റ് V3 ആയതുകൊണ്ട് ബിയുടെ V3 ഫോമായിട്ടുള്ള ബീനെ എടുത്ത് ചെയ്തുക. V3 വെർബ് ആയതുകൊണ്ട് ആ വെർബ് അങ്ങനെ തന്നെ എടുത്ത് ചെയ്താൽ മതി അല്ലേ? ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ഏതാണ്? അല്ലെങ്കിൽ ഏജന്റ് ഡൂവർ എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യാൻ കൊണ്ട് എടുത്ത് ചെയ്തുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്തായാലും മാറും? ഒബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൾ, അല്ലെങ്കിൽ ഷാൾ ഓർ വില്ല് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ്. വില്ലോ ഷാൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഷാൾ ഓർ വില്ല് എന്ന് പറയാം. രണ്ട് രീതിയിലും പറയാം കേട്ടോ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ്. യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് എന്ന് പറയുന്ന ഈ ഒരു സെനൻസ് നമുക്ക് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ നോക്കേണ്ടത്? ആദ്യം ഒബ്ജക്റ്റ് നോക്കുക. ഒബ്ജക്റ്റ് എന്താണ്? ദ ജോബാണ് അല്ലേ? ദ ജോബാണ് ഒബ്ജക്റ്റ്. ദ ജോബ് നമ്മൾ അങ്ങോട്ട് എടുത്ത് ചെയ്തു അല്ലേ? സോ ഇവിടെ ഓൾറെഡി ഹെൽപ്പ് ചെയ്യുമ്പോൾ യുവിൻ്റെ കൂടെ ബില്ലാണ് വരിക. സോ ബില്ല് നമ്മൾ ഉപയോഗിച്ചു. ദ ജോബിന് ശേഷം എന്താണ്? അവിടെ എന്താണ്? ബില്ല് തന്നെ. ഐയും വിയും ആണെങ്കിൽ മാത്രം നമ്മൾ ഷാളിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. സോ ബില്ല് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് ചെയ്താണ്. നെക്സ്റ്റ് ഏതാണ്? ഹാവ് അല്ലേ? ഹാവ് അങ്ങനെ തന്നെ എടുത്ത് ചെയ്താണ് അല്ലേ? ഹാവ് എഴുതി. നെക്സ്റ്റ് നോക്കുക, വെർബ് ഏതാണ്? V3 ആണ്. വെർബ് V3 വന്നാൽ ബി ഫോം ഏതാണ്? തൊട്ട് മുമ്പ് ബി ഫോം നോക്കണം. ബി ഫോം ഏതാണ്? ബീനാണ്. സോ V3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബീൻ എഴുതി. വെർബ് ഓൾറെഡി ഏതാണ്? V3 തന്നെയാണ്. ആ V3 തന്നെ അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. സോ V3 എടുത്ത്. നെക്സ്റ്റ് നോക്കൂ, ബൈ പ്ലസ് എന്താണ്? ഏജന്റ് അല്ലെങ്കിൽ ഡുവർ. ബൈ പ്ലസ് എന്താണ്? യു എന്താണ്? യു തന്നെയാണ് അല്ലെ? യുവിൻ്റെ ഒബ്ജക്റ്റ് സ്ഥാനത്തും യു തന്നെയാണ്. അതിൻ്റെ യുവിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും യു തന്നെയാണ്. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും യു തന്നെയാണ്. സോ യു എന്താണ്? യു തന്നെ. ക്ലിയർ ആണോ? യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് എന്തായാലും മാറും. ദ ജോബ് വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ യു ആയിട്ട് മാറും. ദ ജോബാണ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എഴുതി. വിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യുക? യുവിൻ്റെ കൂടെ ദ ജോബിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുക. സോ വിൽ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. നെക്സ്റ്റ് ഏതാണ്? ഹാവ്. ഹാവ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. വെർബ് V3 ആയതുകൊണ്ട് ബിയുടെ V3 ഫോം ഏതാണ്? ബീൻ. ബീൻ എടുത്ത് എഴുതി. വെർബ് V3 ആണ്. സോ V3 എടുത്ത് എഴുതി. ബൈ പ്ലസ് ഏതാണ്? ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അതാണ് യു ആണ്. അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്നത്? ഏജന്റ് ഓർ ഡൂവർ. യുവിൻ്റെ സബ്ജക്റ്റിനെ സ്ഥാനത്ത് യു തന്നെയാണ്. ഒബ്ജക്റ്റിനെ സ്ഥാനത്ത് യു തന്നെയാണ്. സോ യു തന്നെ എടുത്ത് എഴുതി. സോ ദ റൈറ്റ് ആൻസർ യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് എന്തായിട്ട് മാറും? ദ ജോബ് വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ യു ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം നോക്കൂ. ഷീ വിൽ ഹാവ് ബോട്ട് എ കാർ. ചോദ്യം ഷീ വിൽ ഹാവ് ബോട്ട് എ കാർ ആണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്?
കാറാണ് അല്ലേ. സോ ഇതാണ് എ കാർ നമ്മൾ എടുത്ത് എഴുതി, കാർ എഴുതി. നെക്സ്റ്റ് ആണ് ഷീൻ്റെ കൂടെ വില്ല് ഉപയോഗിക്കുക, കാറിൻ്റെ കൂടെയും വില്ല് ഉപയോഗിക്കുക. സോ നമുക്ക് വില്ല് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ദെൻ ഹാവ് അല്ലെ, ഹാവ് ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ എടുത്ത് എഴുതും. വെർബ് ഏതാണ്? ബൈ എന്ന് പറഞ്ഞാണ് V1 അല്ലേ. അതിന് V2 എന്താണ്? ബോട്ടാണ്. V3 ഏതാണ്? ബോട്ടാണ് അല്ലേ. BOUGHT, ബൈ, ബോട്ട് ആൻഡ് ബോട്ട് എന്താ? വാങ്ങുക എന്നർത്ഥം കിട്ടുന്നത്. സോ എന്ത് ചെയ്യുക? ബോട്ടാണ് ഓൾറെഡി V3 വന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? വെർബിന്റെ ബി ഫോം ഏതാണ്? ബീൻ. ബിയുടെ V3 ഫോം ഏതാണ്? ബീനാണ്. സോ ബീൻ എഴുതി. അവിടെ ബിയുടെ V3 ഫോം ഏതാണ്? ബീനാണ്. ബീൻ എഴുതി. ദെൻ ഓൾറെഡി ഇവിടെ V3 ആണ്. സോ നമുക്ക് V3 തന്നെ എഴുതാം. ബോട്ട് തന്നെ. ബൈ പ്ലസ് ഏതാണ്? ബൈ പ്ലസ് ഏജന്റ് അല്ലേ. ബൈ പ്ലസ് ഏജന്റ് അല്ലെങ്കിൽ ഡുവർ അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ഏതാണ് അല്ലേ. സോ ഷീ എന്തായിട്ട് മാറും? നമുക്കറിയാം ഷീ എന്ന് പറയുന്നത് ഹെർ ആയിട്ട് മാറും. സോ എന്ത് ചെയ്യാം? ഹെർ ആയിട്ട്. ഇവിടെ നോക്കൂ, ഷീ വിൽ ഹാവ് ബോട്ട് എ കാർ എന്തായിട്ട് മാറും? എ കാർ വിൽ ഹാവ് ബീൻ ബോട്ട് ബൈ ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കൂ, തന്നിരിക്കുന്നതിൽ ഇത് നെഗറ്റീവ് ആകുന്ന സമയത്തോ? നെഗറ്റീവ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആദ്യം വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ വേണം നമ്മൾ നോട്ട് ചേർക്കാൻ. അതുകൊണ്ട് എന്താ? ഷീ വിൽ നോട്ട് ഹാവ് ബീൻ അല്ലേ. എ കാർ വിൽ നോട്ട് ഹാവ് ബീൻ. നോക്കുക, അവിടെ തന്നിരിക്കുന്നത് സെനൻസിൽ എന്ത് ചെയ്യുക? ഷീ വിൽ നോട്ട് ഹാവ് ബീൻ ബോട്ട് എ കാർ. തന്നിരിക്കുന്ന സെനൻസിൽ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? വില്ലിന്റെ കൂടെ അല്ലെങ്കിൽ ഷാളിന്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ? നോട്ട് ചേർക്കാൻ. ആദ്യം വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതാണോ അതിന്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ? നോട്ട് ചേർക്കാൻ. തന്നിരിക്കുന്ന സെനൻസ് നോക്കി, ഷീ വിൽ നോട്ട് ഹാവ് ബോട്ട് എ കാർ എന്ന് ആക്റ്റീവ് വോയിസ്. അപ്പോൾ പാസീവ് വോയിസ് ചെയ്യുന്ന സമയം നോക്കും, എ കാർ നമ്മൾ എടുത്ത് എഴുതി അല്ലേ. നെക്സ്റ്റ് ഏതാണ്? തന്നിരിക്കുന്നത് വില്ലാണ്. വില്ല് തന്നെ എടുത്ത് എഴുതാം നമുക്ക് അല്ലെ. ഷീൻ്റെ കൂടെയും വില്ല്, കാറിൻ്റെ കൂടെയും വില്ല്. നോട്ട് വന്നു, നോട്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതി അല്ലേ. നെക്സ്റ്റ് ഏതാണ്? ഹാവ് ആണ്. ഹാവ് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം അല്ലേ. വെർബ് V3 ആയതുകൊണ്ട് ബിയുടെ ഫോമായിട്ടുള്ള V3 ഫോം ഏതാണ്? ബീനാണ്. ബീൻ എഴുതി. വെർബ് ഓൾറെഡി V3 ആണ്. സോ നമുക്ക് പാസീവ് വോയിസ് അല്ലെങ്കിൽ V3 ആണ്. V3 തന്നെ എടുത്ത് എഴുതി. ദെൻ നെക്സ്റ്റ് ഏതാണ്? ബൈ പ്ലസ് ഏതാണ്? ഏജന്റ് അല്ലെങ്കിൽ ഡുവർ അല്ലെ. സബ്ജക്ട് ഓഫ് ദി ആക്റ്റീവ് വോയിസ്. ഷീ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് മാറും. സോ ഹെർ എഴുതി. ഷീ വിൽ നോട്ട് ഹാവ് ബോട്ട് എ കാർ എന്തായിട്ട് മാറും? എ കാർ വിൽ നോട്ട് ഹാവ് ബീൻ ബോട്ട് ബൈ ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇത്രയാണ് നമുക്ക് എന്ത് ടെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ട് പഠിക്കുക അല്ലേ. 8 ടെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച്. ഇതൊക്കെ എന്താണ്? അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ വരുന്നതാണ് അല്ലേ. സോ ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? ടെൻസസിൽ 8 ആണ്. അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആണ് ഇത് സബ്ജക്ട് തുടക്കത്തിൽ വരുന്നത് അല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്യുക? 8 ടെൻസസിൽ നമ്മൾ പറഞ്ഞത് അല്ലേ. ഏതൊക്കെ നമ്മൾ ചെയ്യും? സിമ്പിൾ പ്രസന്റ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല കേട്ടോ. അങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. 8 ടെൻസസ് നമുക്ക് എന്ത് ചെയ്യാം? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് എന്ത് ചെയ്യുക? ചേഞ്ച്. അതിലില്ലാത്ത ഏതൊക്കെയാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസും പിന്നെ അവസാനം വരുന്ന എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസും. ഏതൊക്കെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് നമുക്ക് എന്ത് ചെയ്യില്ല? ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ 8 ടെൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് നോക്കാമല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒക്കെ സെന്റൻസ് സബ്ജക്റ്റിലല്ലേ. ഒക്കെ എന്താണ്? സെന്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റിലാണ് അല്ലേ. സബ്ജക്റ്റീവ് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതെന്തായിരിക്കും? അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് നമുക്ക് പറയാം. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ്. ഏതാണ്? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യ രൂപത്തിലുള്ള സെന്റൻസുകൾ എന്താ പറയുക? ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. അതായത് ആ സെന്റൻസ് എന്തായിരിക്കും? ഒരു ചോദ്യമായിരിക്കും. സെന്റൻസ് തുടങ്ങുന്നത് എന്തായിരിക്കും? ഹെൽപ്പിംഗ് വെർബിലായിരിക്കും അല്ലെങ്കിൽ എന്താണ്? ഓക്സിലറി വേർബിലായിരിക്കും എന്ത് സെന്റൻസ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും സെന്റൻസ് തുടങ്ങുന്നത്? WH ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. W അല്ലെങ്കിൽ H സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളിലായിരിക്കും എന്ത് ആ ഒരു സെന്റൻസ് തുടങ്ങുന്നത്. നോക്കാം നമുക്ക്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? ചോദ്യങ്ങളാണ് അല്ലേ. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുക. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എത്ര ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തേത് WH ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? എന്താണ് WH ക്വസ്റ്റ്യൻസ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അതെ അല്ലെങ്കിൽ അല്ല. അതായത് ഡു യു എഗ്രി ദ സബ്ജക്റ്റ്?
നീ ആ സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെ, യോജിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ എന്താണ് നോ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലേ. സോ എന്താണ് യെസ് ഓർ നോ ആയിരിക്കും എന്ത് തന്നിരിക്കുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരാൾ റിപ്ലൈ തരിക എന്തായിരിക്കും യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. രണ്ടാമത്തെ എന്താണ് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലായിരിക്കും, ഒന്നുകിൽ W തുടങ്ങുന്ന വാട്ട് അല്ലെ, വേർ, വെന്, വൈ അല്ലെ, വിച്ച് തുടങ്ങിയതാണ് W തുടങ്ങുന്നത്. പിന്നെ H തുടങ്ങുന്നതാണ് ഹൗ. ഇതിനെന്ത് പറയാ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലെ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, നമ്മൾ യെസ് ഓർ നോ ആയിരിക്കില്ല അതിൻ്റെ ആൻസർ. അതെന്തായിരിക്കും, നമ്മൾ എന്ത് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും അല്ലെ. വൈ ഡോണ്ട് യു ടേക്ക് സംതിങ് അല്ലെ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും എടുക്കാതിരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ യെസ് അല്ലെങ്കിൽ നോ ആണോ പറയും, അല്ല എനിക്ക് എന്താണ് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട എന്നെന്താണ് ഒരു ആൻസർ അതിനുണ്ടാവും. അതിനെന്താ പറയുക WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. നമ്മളിവിടെ ആദ്യം നോക്കുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ആക്റ്റീവ് വോയിസ് എന്നത് എന്ത് ചെയ്യാം പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഏതാണ്, യെസ് അല്ലെങ്കിൽ നോ അല്ലെ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഡു യു എഗ്രി ദ സബ്ജക്റ്റ് എന്ത് പറയും, യെസ് അല്ലെങ്കിൽ നോ. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നോ എന്ന് പറയും. ഹാവ് ദേ ബിൽറ്റ് എ ബ്രിഡ്ജ്, അവർ നിർമ്മിച്ചിട്ടുണ്ടോ അല്ലെ, അവരൊരു ബിൽഡിംഗ് എന്താ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് നോ എന്ന് പറയും അല്ലെ. സോ അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലായിരിക്കും, ഓക്സിലറി വെർബ് അല്ലെ. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൽപ്പിംഗ് വെർബിലായിരിക്കും. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ എന്തായിരിക്കും ഓക്സിലറി വെർബിലായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും ഹെൽപ്പിംഗ് വെർബിലായിരിക്കും. ഓക്സിലറി വെർബ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ അവിടെ എന്ത് വരും, ഡു വരും അല്ലേ, അതേപോലെ ഡസ് വരും. അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ അവിടെ ഡിഡ് വരും അല്ലേ. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അവിടെ എന്ത് വരും, വില്ല് വരും, അല്ലെങ്കിൽ എന്ത് വരും ഷാൾ വരും. വില്ല ഷാളിൻ്റെ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ എന്ത് വരും, ഈസ് വരും, അല്ലെങ്കിൽ ആം വരും, അല്ലെങ്കിൽ ആറ് വരും അല്ലേ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ അവിടെ വാസ് വരും, അല്ലെങ്കിൽ അവിടെ വേർ വരും. സോറി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഈസ് വരും, ആം വരും, ആറ് വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ വാസ് വരും, വേർ വരും. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ ഡൂൺ ഡസ് വരും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ വാസ് വരും, അല്ലെങ്കിൽ വേർ വരും. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഹാവ് വരും, അല്ലെങ്കിൽ ഹാസ് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഹാഡ് വരും അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മൊഡാൽ ഓക്സിലറി വെർബിൽ വരുന്ന ആളാണിത് വില്ലും ഷാളും ഒക്കെ അല്ല. അപ്പോൾ വില്ല് വരും, അല്ലെങ്കിൽ ഷാൾ വരും, അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വെർബ്സിൽ വരുന്നതൊക്കെ നമുക്ക് പറയാം കേട്ടോ. സോ ഇതാണ് എന്ത് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ്സിൽ എന്ത് ചെയ്യണമെന്ന് സെൻറ്റൻസ് തുടങ്ങുന്നതിന് ഡൂലോ ഡസ്സിലോ ഡിഡിലോ ഈസിലോ ആമിലോ ആറിലോ വാസിലോ വേറിലോ ഹാവിലോ ഹാസിലോ ഹാഡിലോ വില്ലോ ഷാളോ ഒക്കെ സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്കെന്ത് പറയാം, യെസ് അല്ലെങ്കിൽ എന്തായിരിക്കും നോ അല്ലേ. സോ അത്തരം ചോദ്യങ്ങൾ എന്താ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും അല്ലെ, ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയും കേട്ടോ. സോ തുടങ്ങുന്നത് എന്തായിരിക്കും ഹെൽപ്പിംഗ് വെർബിൽ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലായിരിക്കും. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കും, ഡു യു എഗ്രി ദ സബ്ജക്റ്റ്. ഡു യു എഗ്രി ദ സബ്ജക്റ്റ് അല്ലെ, എന്ത് പറയും യെസ്. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് നോ എന്ന് പറയും, ഇല്ലെങ്കിൽ നോ എന്ന് പറയും. ഹാവ് ദ ബിൽറ്റ് എ ബ്രിഡ്ജ്, നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയും യെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഓക്സിലറി വെർബിൽ അല്ലെ ഏതൊക്കെ ഡു ഡസ് ഡിഡ് ഈസ് ആം ആറ് വാസ് വേറെ ഹാസ് ഹാവ് ഹാഡ് അല്ലെ ഇവരൊക്കെ വില്ല് ഷാൾ ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.